ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഡിവൈൻ വ്ലോഗ്സ് വിത്ത് ഇന്ദുവിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമുക്ക് മഹാവിഷ്ണുവിനെക്കുറിച്ചും ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ചും പറയാം. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ സ്ഥിതിയുടെ കർത്താവാണ് മഹാവിഷ്ണു. വിഷ്ണു എന്ന വാക്കിനർത്ഥം വ്യാപിച്ചിരിക്കുന്നവൻ എന്നാണ്. ലോകം മുഴുവനും ഭഗവാന്റെ ചൈതന്യം വ്യാപിച്ചിരിക്കുന്നു. നമ്മെ നിലനിർത്തി സംരക്ഷിക്കുന്നത് മഹാവിഷ്ണുവാണ്. ഭഗവാൻ സത്വഗുണം മൂർത്തിയാണ്. സത്വഗുണം ഏറിയാൽ സ്വസ്ഥതയും വിവേകവും സമബുദ്ധിയും ഉണ്ടാകും. അതുകൊണ്ട് ഭഗവാനെ ഉപാസിച്ചാൽ ആ ഗുണവും നമുക്ക് ലഭിക്കും. മഹാവിഷ്ണു സൃഷ്ടി നടത്തിയിട്ട് വെറുതെ ഇരുന്നില്ല. പല അവതാരങ്ങളെടുത്ത് എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് കാണിച്ചു തന്നു. ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികൾ വരാമെന്നും അതൊക്കെ എങ്ങനെ തരണം ചെയ്യുമെന്നും ഭഗവാൻ ഓരോ അവതാരത്തിലൂടെയും കാണിച്ചു തന്നിട്ടുണ്ട്. മത്സ്യാവതാരം തുടങ്ങിയ അവതാരങ്ങളിൽ എല്ലാം നമുക്ക് അതറിയാം. ഭഗവാന്റെ പരിപൂർണ അവതാരമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. മഹാവിഷ്ണുവിൻ്റെ എല്ലാ കലകളും ഉള്ളതുകൊണ്ടാണ് കൃഷ്ണനെ പരിപൂർണ അവതാരം എന്ന് പറയുന്നത്. കൃഷ്ണൻ എന്നാൽ അർത്ഥം നമുക്കറിയാം, ആകർഷിക്കുക എന്നാണ്. നമ്മുടെ മനസ്സിനെ ആകർഷിപ്പിച്ച് ബോധതലത്തിലോട്ട് ഉയർത്തുന്നു. ഭഗവാന്റെ ജനനം മുതൽ സ്വധാമത്തിലേക്ക് പോകും വരെയുള്ള ഓരോ ലീലകളും ഓരോ തത്വങ്ങളാണ്. അത് വെറും കഥയായി മാത്രം കാണരുത്. ജനിച്ച സമയം മുതൽ ഭഗവാൻ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയതാണ്. എവിടെയെങ്കിലും ഭഗവാൻ തളർന്ന് ദുഃഖിച്ചതായി നമ്മൾ കണ്ടിട്ടുണ്ടോ? എത്ര അസുരന്മാരെ വധിച്ചിട്ടുണ്ട്. അസു എന്നാൽ ഇന്ദ്രിയങ്ങൾ എന്നർത്ഥം. ഇന്ദ്രിയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവരെയാണ് അസുരൻ എന്ന് പറയുന്നത്. അവരെ ഇല്ലായ്മ ചെയ്ത് മോക്ഷം കൊടുത്തു എന്ന് വെച്ചാൽ വിവേകത്തിലോട്ട് അവരെ എത്തിച്ചു എന്നർത്ഥം. നമ്മുടെ മനസ്സിന് രണ്ട് ഭാവങ്ങളുണ്ട്. രണ്ട് തരത്തിൽ നമുക്ക് ജീവിക്കാം. എങ്ങനെയൊക്കെയാണ്? വികാരത്തിലൂന്നിയും വിവേകത്തിലൂന്നിയും ജീവിക്കാം. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ബോധതലത്തിലേക്ക് ഉയരുന്നതാണ് ആത്മീയത. പരമാത്മാവ്, പരബ്രഹ്മം എന്ന് പറയുന്നത് ഈ ബോധം തന്നെയാണ്. നമ്മളിലുള്ള ബോധചൈതന്യം പരമാത്മാവിൻ്റെ അംശമാണ്. നമ്മൾ വന്നിരിക്കുന്നത് പരമാത്മാവിൽ നിന്നാണ്. എത്തിച്ചേരേണ്ടതും അവിടേക്കാണ്. അതാണ് ജീവാത്മാ പരമാത്മാ ഐക്യം എന്ന് പറയുന്നത്. അതിനുള്ള മാർഗങ്ങളാണ് ആത്മീയ സാധന. നമ്മുടെ മനസ്സിനെ നാമജപം കൊണ്ടും ധ്യാനം ചെയ്തും ഉയർത്തി ഭഗവാനിൽ പരിപൂർണമായി സമർപ്പണം ചെയ്യുക. ഭഗവാനോടുള്ള നിരന്തര സ്മരണയും പ്രാർത്ഥനയും കൊണ്ട് നമ്മുടെ ദൗർബല്യം മാറി ശാന്തിയും സമാധാനവും ശക്തിയും നേടാം. സർവാത്മന ഭഗവാനെ ആത്മാർത്ഥമായി ആരാധിച്ചാൽ ഒരിക്കലും ഭഗവാൻ നമ്മെ കൈവിടില്ല. പ്രശ്നങ്ങൾ വരില്ല എന്നല്ല അർത്ഥം. എന്തു പ്രശ്നം വന്നാലും അത് അതിജീവിക്കാനുള്ള ശക്തി നമുക്കതുവഴി ലഭിക്കും. സദാ ഭഗവാന്റെ നാമം ജപിച്ച് നമുക്ക് ആ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം.